ഗോൾഡിൻ്റെ റിയൽ ലുക്ക് തരുന്ന ഒരുപാട് വെറൈറ്റി മോഡലുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ നമ്മുടെ ഫ്രീ ക്ലാസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം അതിനൊക്കെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും അതേ ലുക്കിലുള്ള ഒരു കമ്മലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഹോളുള്ള ടൈപ്പ് സ്റ്റോൺ ആണ് കേട്ടോ. ഇതിനൊരു 4 ഹോളുണ്ട്. പിന്നെ വേണ്ടത് കട്ട് ബീഡാണ്, ഗോൾഡൻ കട്ട് ബീഡ്. പിന്നെ ഇതുപോലത്തെ ചെറിയ ക്രിസ്റ്റൽ ബീഡ്സ്, പല വെറൈറ്റി കളേഴ്സ്. പിന്നെ നമ്മൾ സ്റ്റഡ് ബേസ് ചെറുതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ചെറിയ സ്റ്റഡ് ബേസ്. പിന്നെ നമ്മുടെ കോപ്പർ വയർ, അത് 0.3 mm ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല, 7000 8000 ഏതായാലും കുഴപ്പമില്ല. മുകളിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു മോഡലാണ് കേട്ടോ നോസ്പിൻ ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയണം അതേ മോഡലിൽ തന്നെ നമ്മുടെ കമ്മൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. കോപ്പർ വയർ നമ്മൾ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ലെങ്ത് ഇത്തിരി കൂട്ടിയിട്ടുള്ളൂ, ചെറിയ ലെങ്ത്തിലൊന്നും കട്ട് ചെയ്യണ്ട കേട്ടോ. ഇനി നമ്മൾ കോപ്പർ വയറിൽ നമ്മുടെ സ്റ്റോൺ ഒന്ന് കോർത്ത് കൊടുക്കണം. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ കോർത്തെടുക്കുക. അതിനുശേഷം ചെറിയൊരു കമ്പി ഇതുപോലെ വളച്ച് വയ്ക്കുക കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ പിരിച്ചു കൊടുക്കുക കേട്ടോ. അത് അത്ര കമ്പിയുടെ ആവശ്യമുള്ളൂ. അതവിടെ പിരിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. കെട്ടിടുന്നതിന് പകരമാണ് നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതി നീളം കമ്പി നമ്മൾ വളച്ച് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആദ്യം നമ്മുടെ കട്ട് ബീഡ് കോർത്ത് കൊടുക്കണം. ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗോൾഡൻ കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എപ്പോഴാണ് ആ ഒരു റിയൽ ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു കളർ ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുക. നമ്മൾ മൾട്ടി കളറായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഇതുപോലൊരു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്രിസ്റ്റൽ ബീഡ് ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ കട്ട് ബീഡിലൂടെ നമ്മൾ ഇതുപോലെ നേരെ ഓപ്പോസിറ്റിലേക്ക് തന്നെ നമ്മൾ ആദ്യം കമ്പി കോർത്ത ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ നമ്മളിതുപോലെ കോർത്ത് കൊടുക്കുക. ജസ്റ്റ് കമ്പിയാണ്, വളഞ്ഞൊക്കെ വരുമ്പോൾ നമുക്കത് കോർത്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വളഞ്ഞിരിക്കുന്നു എന്ന് തോന്നണമെങ്കിൽ ആ കമ്പിയെ പിടിച്ച് നമുക്കൊന്ന് നിർത്തിയിട്ട് അതുപോലെ കോർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടൊന്നും അല്ലാന്ന് തോന്നും കേട്ടോ. കാരണം അത്രയും നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു കമ്മൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ അടുപ്പിച്ച് വെച്ച് കോർക്കാൻ പറ്റുന്നില്ലെങ്കിൽ കട്ട് ബീഡിലൂടെ അങ്ങനെ കോർത്തിട്ട് കട്ട് ബീഡിനെ അവിടെ നിന്നൊന്ന് മാറ്റി നിർത്തുക. അതിനുശേഷം കോർത്തതിന് ശേഷം വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലത്തെ ഐഡിയകളൊക്കെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നോക്കുക. നമുക്ക് പെർഫെക്ഷൻ കിട്ടിയാൽ മതി. നമ്മൾ പറഞ്ഞു തരുന്ന അതേ രീതിയിലൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. ഫൈനൽ ലുക്ക് നല്ല പെർഫെക്ഷനോടുകൂടി കിട്ടണം, അത്രയേ ഉള്ളൂ. ഇനി നമ്മളിതേ കട്ട് ബീഡിനെ ആ സ്റ്റോണിൻ്റെ അടുത്ത് പിടിച്ചിട്ട് അതുപോലെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ബീഡിനെ സ്റ്റോണിൻ്റെ അടുത്ത് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ഹോളാണ് നമുക്കുള്ളത്. അപ്പോൾ 4 സൈഡിൽ മാത്രമല്ല നമ്മൾ കോർത്ത് കൊടുക്കുന്നത്, നമ്മളൊരു 7 കട്ട് ബീഡോളം കോർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കോർത്ത ഹോളിലൂടെ തന്നെ വീണ്ടും കോർക്കേണ്ടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിന് 3 mm ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കോർത്തെടുക്കാൻ പറ്റും. കട്ടി കുറവാണ് ഈ ഒരു കോപ്പർ വയറിന്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. വീണ്ടും നമ്മൾ വേറൊരു കട്ട് ബീഡും അതുപോലെ തന്നെ വേറൊരു ക്രിസ്റ്റൽ ബീഡും ഇട്ടു. വേറെ കളറാണ് ഇട്ടിരിക്കുന്നത്. സെയിം നമ്മൾ വീണ്ടും അതേപോലെ തന്നെ തിരിച്ച് കോർക്കുകയാണ്, ബീഡിനെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്റ്റലിനെ. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു സൈഡിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതിലേക്കല്ല, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് വരുന്നത്. നമ്മുടെ 4 ഹോൾ എന്ന് പറഞ്ഞില്ല, അതിൽ ഈ ഒരു ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ വരുന്ന ഹോളിലേക്ക് നമ്മളിതുപോലെ വലിച്ചു കൊടുക്കുക. വലിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ കോർത്ത കട്ട് ബീഡും നമ്മളിപ്പോൾ കോർത്ത കട്ട് ബീഡൊക്കെ ഒന്ന് മുറുക്കി പിടിച്ചിട്ട് നിങ്ങൾ വലിക്കുക. ലൂസായി പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിടിച്ചിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ വേറെ അടുത്തത് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർക്കാം. ഫസ്റ്റിൽ നമ്മൾ ചെയ്ത് വെച്ചത് ഏത് രീതിയിലാണ് മൾട്ടി കളർ കൊടുത്തിരിക്കുന്നത് നോക്കുക. 2 എണ്ണം വെച്ചിട്ട് ഞാൻ റെഡൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ സിംഗിൾ കളർ വന്നിട്ടുള്ളൂ. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ 2 കമ്മലും ചെയ്യുമ്പോഴും വരണം കേട്ടോ. ഏത് രീതിയിലാണെന്ന് വെച്ചാൽ രണ്ടും ഒരേ രീതിയിൽ തന്നെ വരണമെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. കളേഴ്സ് മൾട്ടി കളറിലൊന്നും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, പക്ഷേ സെയിം കളേഴ്സ് വരണം. 2 കമ്മലിലും സെയിം കളേഴ്സ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഭംഗികേടായിരിക്കും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളിതാ വീണ്ടും കട്ട് ബീഡ് ഇട്ടു, അതിന് ശേഷം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. പിന്നെ അടുത്തടുത്ത് ഒരേ കളർ വരാതിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മളൊരു റെഡ് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ റെഡ് വരരുത്, വേറെ കളർ ഗ്രീനോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏത് കളർ എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ വരണം. മൾട്ടി കളറിൽ അങ്ങനെ വരണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കളർ ഇട്ടിട്ട് ആദ്യം ചെയ്ത് നോക്കുക, എന്നിട്ട് മൾട്ടി കളറിൽ ചെയ്ത് നോക്കിയാലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. നമ്മൾ വീണ്ടും നമ്മുടെ ക്രിസ്റ്റൽ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് വേണം കോർക്കാനെങ്കിൽ അത് അവിടെ ലോക്കായിട്ട് നിൽക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ഏതിക്കൂടെയൊക്കെയാണോ നമ്മൾ കോർക്കണ്ടേ അതിനനുസരിച്ച് ചെയ്യാം. നമുക്ക് 4 എണ്ണം നമുക്ക് സെയിം ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇടയിൽ സൈഡ് മാറ്റിയൊക്കെ കോർത്ത് കൊടുക്കേണ്ടി വരും. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കോർക്കാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കോർക്കേണ്ടി വരും. ഇപ്പോൾ 4 എണ്ണേ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമായിട്ട് ചെയ്യാം കേട്ടോ, 4 എണ്ണത്തിൽ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾ ഫസ്റ്റൊക്കെ വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ 2 സൈഡിലേക്ക് 2 എണ്ണം വെച്ചിട്ട് നേരെ
നമ്മുടെ പ്ലസ് എന്ന ചിഹ്നം പോലെ അങ്ങനെ ചെയ്ത് നിർത്താം. അതും ഭംഗിയൊക്കെയാണ്. ഫസ്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. 4 ബീഡ് മാത്രം വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു രീതിയിൽ പിന്നീട് ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ തുടക്കക്കാർക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ 4-നാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. 4 സൈഡിലേക്ക് കോർത്ത് കൊടുത്താൽ മതിയല്ലോ. ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരേപോലെ തന്നെ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഞാൻ ഈ ഒരു രീതിയിൽ ഉള്ളത് മനസ്സിലാക്കി വെച്ചോളൂ. ഇപ്പം നമ്മൾ 4-മത്തെ കോർത്ത് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നത്തെ കോർക്കുമ്പോഴാണ് കുറച്ച് സൈഡിലേക്കൊക്കെ ഹോളിലേക്കൊക്കെ കോർത്ത് കൊടുക്കേണ്ടി വരിക. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതും ടൈറ്റ് ആക്കുമ്പോൾ നമ്മൾ എല്ലാ കട്ട് ബീഡും ഒന്ന് മുറുക്കി പിടിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ ബീഡും വളഞ്ഞൊന്നും ഇരിക്കാത്ത രീതിയിൽ ഒക്കെ ലെവലാക്കിയിട്ട് നമ്മുടെ കോപ്പർ വയറിനെ ലെവലാക്കിയിട്ട് വലിച്ച് ടൈറ്റാക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത് 4 ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞത്. ഞാനിവിടെ ഇപ്പോൾ സ്റ്റെരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇടയിലേക്ക് കോർക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. നമുക്ക് കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വളച്ച് ലെവലാക്കി കൊടുക്കാനും എളുപ്പമാണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിലേക്കാണ് ക്രിസ്റ്റൽ ബീഡും കട്ട് ബീഡും കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വീണ്ടും നമ്മളൊരു സൈഡിലേക്ക് എടുത്തു. ബീഡ്സ് കോർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരേ കളർ വരരുത്. 2 സൈഡിലും കളേഴ്സ് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കളർ കൊടുത്ത് പോവാം കേട്ടോ. അപ്പോൾ റെഡ് അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. റെഡ് ഒരെണ്ണം നമ്മൾ ഓൾറെഡി കോർത്തിട്ടുണ്ട്. ഇനി അടുത്ത റെഡ് എവിടെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ അടുത്ത ഏത് കളർ ഗ്രീൻ ആണെങ്കിൽ അത് എവിടെയാണ് വരേണ്ടത് എന്നൊക്കെ നിങ്ങളൊരു ഐഡിയ മനസ്സിലാക്കി വെച്ചിട്ട് കോർത്ത് പോകും. അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ ഏത് രീതിയിലാണ് കോർക്കണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു കളറൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മളിത് വീണ്ടും കോർത്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാപ്പുകളിലേക്കാണ് ഇനി ക്രിസ്റ്റൽ വരേണ്ടത്. അതായത് ബീഡും കട്ട് ബീഡും വരേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഏത് ഹോളിലേക്കാണ് വരേണ്ടത് അതിനനുസരിച്ച് കോർക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കോർത്ത ബീഡിൻ്റെ ഇടയിലേക്കൂടെയാവും വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഒരു വട്ടം കഴിഞ്ഞിട്ട് ഇടയിലേക്ക് കോർക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം ഓൾറെഡി നമ്മളവിടെ കമ്പി കോർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കൂടെ കോർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഹോളിൽ കൂടെ തന്നെ കോർത്തെടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് ടൈം എടുത്താലും നിങ്ങളിത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കമ്മൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു പോവാം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്ത് അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവില്ല. പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു രീതി മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേ നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ തിരിച്ചു കോർക്കേണ്ടത് നമ്മുടെ ത്രെഡ് നിൽക്കുന്ന അതേ കമ്പിയിലൂടെയാണ് കേട്ടോ. അതും ശ്രദ്ധിക്കണം. അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. നമ്മൾ ഇപ്പോൾ ക്രിസ്റ്റലൊക്കെ കോർത്താൻ നിൽക്കുന്ന ആ ഒരു ഹോളിലൂടെ തന്നെ നിങ്ങൾ കോർത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കണം. നമ്മളിങ്ങനെ ക്രിസ്റ്റലൊക്കെ കോർത്ത് വെച്ചിട്ട് വേറെ കട്ട് ബീഡിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾ കോർക്കരുത്. നിങ്ങൾ അതേ സെയിം ഹോളിലൂടെ കോർത്ത് പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഹോള് മാറ്റി എടുക്കേണ്ടത്. അതും ശ്രദ്ധിക്കുക. അപ്പോൾ അതെങ്ങനെയൊക്കെ വളഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ലെവലാക്കുക. കമ്പി വലിച്ച് സ്ട്രെയിറ്റ് ആക്കി അതിന് ശേഷം മാത്രം വലിച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ കെട്ട് വീഴും. കമ്പി കെട്ടുകയെന്ന് കഴിഞ്ഞാൽ ഒന്ന് വളഞ്ഞു പോവും. പിന്നെ നമ്മൾ എത്ര വലിച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം വലിച്ച് ടൈറ്റാക്കി റെഡിയാക്കി കൊടുക്കാനായിട്ട്. ഇതുപോലെയൊക്കെ ഒന്ന് വലിച്ച് ബാക്കിലേക്ക് ആക്കി ലെവലാക്കിയിട്ട് വേണം. എന്നിട്ട് ക്രിസ്റ്റൽ നമ്മൾ ഇതുപോലെ ബീഡിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുക. അതിന് ശേഷം എല്ലാ ക്രിസ്റ്റലും അതായത് എല്ലാ കട്ട് ബീഡും നമ്മൾ മുറുക്കി പിടിക്കുക. എന്നിട്ട് ഇതുപോലെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ലൂസ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബീഡൊക്കെ ലൂസായിട്ട് നിൽക്കുമ്പോൾ ഒന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. എല്ലാം ഒരേ ലെവലിൽ വരാനും നിങ്ങൾ ശ്രദ്ധിക്കുക. കട്ട് ബീഡുകളൊക്കെ ഒരേ സൈസിൽ തന്നെ എടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഇവിടെ 5 എണ്ണം കോർത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇടയിലേക്ക് 2 എണ്ണം കൂടി വേണം. അപ്പോൾ ഇതിന് എവിടെയാണോ വേണ്ടത് അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കോപ്പർ വയർ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഇനി നമുക്ക് 2 എണ്ണം വേണ്ടത്. അപ്പോൾ 2 എണ്ണം അവിടെ വരും. 2 എണ്ണം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കളറ്, അതായത് ഒരേ കളറ് ബീഡ് അതിൻ്റെ അടുത്ത് വരാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിൽ ഒരു റെഡും ഒരു ഗ്രീനുമാണ് വരേണ്ടത്. നമ്മൾ ഒരെണ്ണം മാത്രമേ റെഡും ഗ്രീനും ഓരോന്നേ കോർത്തിട്ടുള്ളൂ. അപ്പോൾ അത് 2 എണ്ണം വെച്ച് വരുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് കമ്മൽ ചെയ്തിരിക്കുന്നതിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നമ്മളിതുപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത് പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചെയ്തതിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതാണ് കുറച്ച് സ്പീഡ് ഇട്ട് കൊടുത്തത്. കുറേ ലെങ്ത് ആകുമ്പോഴും നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യും. ഇത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുമെന്ന് എനിക്കറിയാം. എന്നാലും പരമാവധി സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫുള്ള് കോർത്ത് കഴിഞ്ഞു. ഇനി അതിനൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കമ്പി എടുത്തിട്ട് പിരിച്ചു കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, ആ ഒരു കമ്പി നമ്മുടെ സ്റ്റോണിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വട്ടത്തിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ക്രോസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിലൂടെ നമ്മളിപ്പോൾ കോർത്ത് നിർത്തിയ കമ്പിയെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതായത് വേറെ കമ്പികളൊന്നും അവിടെ ഉണ്ടാവില്ല. ക്രോസ് ചെയ്തിട്ട് ഈ ഒരു കമ്പി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കെട്ടുന്നതിന് പകരം ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ. വലിച്ചൊന്ന് ടൈറ്റാക്കിയതിന് ശേഷം മാത്രം കമ്പി കട്ട് ചെയ്ത് മാറ്റുക.
അപ്പോൾ ബാക്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം കോർത്ത ഒരു കമ്പിയും ഇപ്പോൾ നമ്മൾ ചുറ്റി വലിച്ച കമ്പി മാത്രമേ നമ്മുടെ ബാക്ക് സൈഡിൽ ഉണ്ടാവുള്ളൂ. ബാക്കി കമ്പികളെല്ലാം നമ്മൾ ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെയാണ് കോർത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി എല്ലാം ലെവലാക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് B7000 പകരം ഗ്ലൂഗൺ വേണമെങ്കിൽ ഗ്ലൂഗൺ വെച്ചിട്ടും സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ കുറച്ച് നേരം ടൈം എടുത്തിട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കണം. 7000 8000 ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്ത കമ്മലും ഇതും തമ്മിൽ ഒരു ചേഞ്ച് വന്നിട്ടില്ല കണ്ടോ. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. മൾട്ടി കളറായ കാരണം നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ ഒപ്പം മാച്ചിന് ഇടും ചെയ്യാം. സെൻറ്ററിൽ എടുത്തിരിക്കുന്ന സ്റ്റോൺ വലുതാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സ്റ്റഡ് ബേസ് എടുക്കാം. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ചെറുത് എടുത്തിരിക്കുന്നത്. പുറത്തേക്ക് നമ്മുടെ സ്റ്റഡ് ബേസ് കാണരുത്, അത്രയേ ഉള്ളൂ. ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഉണങ്ങാനായിട്ട് ഒരു 24 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വിട്ടു പോകും. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ്, ഹെയർ ആക്സസറീസ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് മാർച്ച് 10 അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ജനുവരി ഫെബ്രുവരി ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.